2026 ജൂലൈ 30 തുടങ്ങി ഓഗസ്റ്റ് 15 ഇന്ന് നമ്മൾ 101 സ്നാപ്പുകൾ പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കവികളെ പരിചയപ്പെടുത്തി, ഒരുപാട് കവികളെ ഇനി പരിചയപ്പെടുത്താനുണ്ട്, ഇനിയും കണ്ടിന്യൂ ചെയ്യും. 2020 നവംബർ 3 തുടങ്ങിയതാണത്. 2026 നവംബർ 3 ആകുമ്പോഴേക്കും നമ്മൾ ഒരു 100-300ഓളം സ്നാപ്പുകളൊക്കെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യും. ഇതുവരെ വന്ന ഗ്യാപ്പുകൾക്ക് അടച്ചിട്ട് നമ്മൾ ടോട്ടൽ ഒരു എന്താ പറയുക, ഒരു 2290 മറ്റോ വരുന്ന 2300ഓളം വരുന്ന സ്നാപ്പുകളിലേക്ക് നമ്മൾ എത്തുന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 1693 സ്നാപ്പിലാണ്. ഇന്നലെ പാലന്തരം ചുള്ളിക്കാടിന്റെ കവിതകളാണ് പരിചയപ്പെടുത്തുക. അതിന് മുമ്പ് കുരിപ്പൂർ ശ്രീമാറിന്റെ നഗ്ന കവിതകൾ, അതിന് മുമ്പ് ശ്രീജിത്ത് അരിയല്ലൂര്, സച്ചിയാനന്ദൻ മാഷ്, പി ഋഷിയേഷൻ മാഷ്, രാവണി മാഷ്, അങ്ങനെയാണ് സ്നാപ്പ് പോയിരുന്നത്. ഇപ്പം ഇത് മോഡിഫൈ ചെയ്യപ്പെടാത്തത് എന്ന് പറയുന്ന കവിതാ സമാഹാരമാണ്. ഫാസിസ്റ്റ് വിരുദ്ധ ഫാസിസത്തിനെതിരെ 100 കവികൾ, 25 ചിത്രകാരർ, എഡിറ്റർ നദി. ഈ പുസ്തകത്തിൽ നിന്നുള്ള ഫാസിസ്റ്റ് വിരുദ്ധ കവിതകളാണ്. ഒരു 10-15 കവിതകൾ ഇന്ന് വരുന്നുണ്ട്, അതിലും കൂടുതൽ വരും ചിലപ്പോൾ. മോഡിഫൈ ചെയ്യപ്പെടാത്തത്, ഇതാണ് ഇതിന്റെ കവർ ഡിസൈനും. നദി എഡിറ്റർ നദി, മോഡിഫൈ ചെയ്യപ്പെടാത്തത്. ഗൗരി ലങ്കേഷിന്റെ വരികളടക്കം വെച്ചുകൊണ്ടാണ് ഈ സംഗതി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം. സ്നാപ്പ് നമ്പർ 1693 നോക്കാം. ഭാരത് മാതാ അറ്റ് റേഷൻ കട, അജിത ടിജിയുടെ കവിതയാണ്. വിരലിനറ്റത്തെ ഒറ്റമഷി പൊട്ടിൽ, നാക്കിൽ നോക്കിൽ നോക്കിൻ നോക്കിൽ വാക്കിൽ, നാക്കിൽ നോക്കിൽ വാക്കിൽ സ്പർശത്തിൽ തീറെഴുതിയ ജനം. ത്രിവർണമാണത്രേ പതാക, കവിയിൽ കലർന്നു പോകുന്നു വെള്ളയും പച്ചയും. അലറി വിളിക്കുന്നു പാവം പ്രജകൾ, ഭാരത് മാതാക്കി ജയ്. എവിടെ ഭാരതമാത? ആധാറുമായി ലിങ്ക് ചെയ്യാത്ത റേഷൻ കാർഡുമായി പച്ചരിക്കായി ക്യൂവിലാണ്. ഭാരത് മാതാക്കി ജയ്. ഭാരത് മാത അറ്റ് റേഷൻ കട. മോഡിഫൈ ചെയ്യപ്പെടാത്തത്, എഡിറ്റർ നദി. സ്നാപ്പ് നമ്പർ 1694 കാറ്റ്, അൻവർ അലി. നമ്മുടെ സുഹൃത്താണ്, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അൻവർ അലിയുടെ കാറ്റ് നോക്കാം. കാറ്റ് ഒരു സ്ഥലമാണ്, അതിനുള്ളിൽ മെരുങ്ങാത്ത ചില മരങ്ങളുണ്ട്. അവയുടെ ചില്ലകളിലും പടരുന്നുണ്ട് തിന്നും തൂറിയും ഞാനുമിരുന്നും പൂപ്പല്ലിലകളിൽ അരടി മനുഷ്യർ. തിന്നും തൂറിയും ഞാനുമിരുന്നും പൂപ്പൽ ഇലകളിൽ അരടി മനുഷ്യർ. ഒരു നാൾ കാറ്റൊരു സ്വയം ഭരണ സ്ഥലമായാൽ, കെട്ടുറപ്പുള്ള ശിഖരങ്ങളുടെ നിത്യസ്ഥാവരമായാൽ, മെരുങ്ങായക മുച്ചൂടും ഇല്ലാതായാൽ, എതിര് ചിറക് കനവ് നിന്നിൽ എങ്ങനെ പാർക്കും? എതിര് ചിറക് കനവ് നിന്നിൽ എങ്ങനെ പാർക്കും? കാറ്റേ, എന്റെ സ്വതന്ത്ര ദേശീയ രാഷ്ട്രമേ, കാറ്റേ, എന്റെ സ്വതന്ത്ര ദേശീയ രാഷ്ട്രമേ. നമ്മൾ സ്നാപ്പ് ഓഗസ്റ്റ് 15, ഇന്ന് 2026 ഓഗസ്റ്റ് 15 സ്നാപ്പുകൾ തുടരുകയാണ്. അറിയിപ്പ്, അരുൺ സമുദ്രയുടെ വരികളാണ്. ഒരറ്റത്തു നിന്നും ഉടഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യത്താണ് ഞാൻ ജനിച്ചത്. ഉടലിൽ തട്ടിപ്പോകുന്ന കാറ്റിനു പോലും ഇവിടെ നടുവളയ്ക്കുന്ന ചങ്ങലകളുടെ തുരുമ്പ് മരണമായിരുന്നു. അച്ഛൻ കിളച്ചിട്ട പാടത്തെ കതിരോളങ്ങൾ എന്നെ പഠിപ്പിച്ചത് കൊയ്തെടുത്ത തറയിൽ കൂട്ടാനല്ല, വിതയ്ക്കാൻ പാകത്തിന് വിത്തൊരുക്കാനാണ്.
അച്ഛൻ കിളച്ചിട്ട പാടത്തെ കതിരോളങ്ങൾ എന്നെ പഠിപ്പിച്ചത് കൊയ്തെടുത്ത തറയിൽ കൂട്ടാനല്ല, വിതയ്ക്കാൻ പാകത്തിന് വിത്തൊരുക്കാനാണ്. അറിവ് അവന്റെ അപ്പന്റെ വകയല്ലെന്നു. അറിവ് അവന്റെ അപ്പന്റെ വകയല്ലെന്നു ഈ രാജ്യത്തു നിന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നിങ്ങളുണ്ടാക്കിയ ജാതി ഭോഗിച്ചല്ല ഞങ്ങളുണ്ടായതെന്ന് എന്റെ കൂടപ്പിറപ്പുകളുടെ നെഞ്ചിൽ എഴുതി വയ്ക്കാൻ തമ്പറാൻ പട്ടം കെട്ടി ഞെളിഞ്ഞിരിക്കുന്നവന്റെ മുന്നിലേക്ക് ഒരു അറിയിപ്പായിതാ ഞാൻ കുരുക്കിന്റെ തുമ്പത്തായൊരു വിത്ത് കൊരുത്തു ഞാത്തുന്നു. ഞാൻ ഈ കുരുക്കിന്റെ തുമ്പത്തായൊരു വിത്ത് കൊരുത്തു ഞാത്തുന്നു. നമ്മൾ മോഡിഫൈ ചെയ്യപ്പെടാത്തത് എന്ന ഫാസിസ്റ്റ് വിരുദ്ധ കവിതകളിലൂടെ പോവുകയാണ്. എഡിറ്റർ നദിയാണ്. സ്നാപ്പ് നമ്പർ 1696 എത്തിയിരിക്കുകയാണ്. ദേശസ്നേഹം, ഉമേഷ് ബാബു KC. പുഴ കടക്കുമ്പോൾ ചക്കയെ എന്ന പോലെ തലയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാനത്. കഴുത്തു മുതൽ പാദം വരെ ഉടയാടകളുടെ ശരിപ്പുറമാണ് എനിക്കത്. വാക്ക് തുടങ്ങി സംഗീതത്തോളം ഒച്ചകളുടെ ശരിജീവനാണ് എനിക്കത്. ഉണർച്ചയ്ക്കും ഉറക്കത്തിനുമിടയിൽ ശ്വാസോച്ഛ്വാസത്തിലെ ശരി നേരാണ് എനിക്കത്. മണ്ണിൽ ചവിട്ടുമ്പോൾ കൂടെ വരുന്ന മിടിപ്പേഴുന്ന ശരി ഭ്രാന്താണ് എനിക്കത്. ജീവിച്ചിരിക്കുന്ന എല്ലാറ്റിലുമുള്ള അന്തമറ്റ ശരി പ്രണയമാണ് എനിക്കത്. അണ്ണാൻ പുറത്തെ വരകൾ പോലെ എന്റെ മുതുകത്തുമുണ്ട്, മനസ്സിലും. അതുകൊണ്ടാണ് എതിർക്കുന്നത് ഞാൻ അനീതികളെ എങ്ങനെയും. എന്നാലും വെറുപ്പിന്റെ വാഴ്ച ഇത്രയുമായ നിലയ്ക്ക് നെഞ്ചു കീറി അകം കാണിക്കാൻ ഒരു 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 കത്തിയാക്കാം ഞാനത്. പക്ഷേ ഞാൻ ആ പ്രവൃത്തി ഒരു കാവിക്കൊടി കീഴിൽ വെച്ച് ഒരിക്കലും ചെയ്യില്ല. തീർച്ച. മോഡിഫൈ ചെയ്യപ്പെടാത്തതിലെ ഫാസിസ്റ്റ് വിരുദ്ധ കവിതകൾ തുടരുകയാണ്. സ്നാപ്പ് നമ്പർ 1697 നമ്മൾ എത്തുന്നു. രാജ്യം, എസ് ജോസഫിന്റെ കവിതയാണ്. എല്ലാവർക്കും നീതി ലഭിക്കുന്ന രാജ്യമുണ്ടോ? അത് തേടി പുറപ്പെടുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അവർ അവിടെ എത്തുമോ? ചോദ്യങ്ങളാണ്, ഒരുപാട് ചോദ്യങ്ങളാണ്. എത്തുമ്പോൾ ആ രാജ്യം അങ്ങനെ തന്നെ അവിടെ ഉണ്ടായിരിക്കുമോ? അതോ അധികാരത്തിനായുള്ള കുൽസിത നീക്കങ്ങളാൽ, ചില പഴഞ്ചനാശയങ്ങളാൽ, പഴഞ്ചനാശയങ്ങളാൽ പടുത്ത ചരിത്രത്താൽ, അദൃശ്യമായി വന്ന ആയുധങ്ങളാൽ ആളുകൾ പലരും കൊല്ലപ്പെട്ടിരിക്കുമോ? പെൺകുഞ്ഞുങ്ങൾ പറക്കാനാവാതെ മറഞ്ഞു വാഴുമോ? കൃഷിഭൂമിക്ക് മീതെ ഇരമ്പങ്ങൾ ഉണ്ടാകുമോ? കുഴിച്ചിട്ട വിത്തുകൾ കിടുങ്ങുമോ പേടിയാൽ? കാണാതായ മകനെ അന്വേഷിച്ച് ഒരമ്മ ചെറിയ ചുറ്റളവിൽ 1000 കാതങ്ങൾ താണ്ടുമോ? പിറന്നുപോയ മതവും ജാതിയും നിറവും ദരിദ്രവും ജീവിക്കാൻ അർഹതയില്ലാതാക്കുമോ? വീടും കൂടുമെടുത്ത് ആളുകൾ മറയുമോ? അവർക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ടോ? എങ്കിൽ ആ സ്വപ്നം അവർക്ക് മെല്ലെ മുന്നേ പോകുന്നു എന്ന് പറയാം. കാണാൻ വയ്യാത്ത ദൂരത്തിൽ അത് പോകുന്നു. അവർ പോകുന്നത് മരണത്തിലേക്കുമാകാം. നമ്മൾ സ്നാപ്പുകൾ തുടരുകയാണ്. സ്നാപ്പ് നമ്പർ 1698. ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ 10-15 സ്നാപ്പുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ദൗത്യം 101 ചിലപ്പോൾ 105 വരെ ആകാം, കയറിപ്പോകുന്നു. പൂച്ച അഥവാ ഫാസിസം, OP സതീശന്റെ കവിതയാണ്. പൂച്ച അഥവാ ഫാസിസം. ഒരു കറുത്ത പൂച്ച, ഒരു കറുത്ത പൂച്ച വീടിന് ചുറ്റും കറങ്ങുന്നത് നമുക്കറിയാമെങ്കിലും തിരഞ്ഞു ചെല്ലുമ്പോൾ അത് ഇരുട്ടിലേക്ക് തന്നെ മാഞ്ഞു പോകുന്നു.
കണ്ടെന്ന്, ശബ്ദം കേട്ടെന്ന്, അങ്ങനെ ഒരു പൂച്ചയേ ഇല്ലെന്ന് നമ്മൾ എത്ര വട്ടം ചർച്ച ചെയ്തിരിക്കുന്നു. കണ്ടെന്നേ, ശബ്ദം കേട്ടെന്നേ, അങ്ങനെ ഒരു പൂച്ചയൊന്നും ഇല്ലടും. നമ്മൾ എത്ര വട്ടം ചർച്ച ചെയ്തിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് പൂച്ചയുണ്ടെങ്കിലും എലിയെ പിടിക്കുമല്ലോ എന്ന് വീട് തന്നെ വിഭജിച്ചു പോയത്. എത്ര പെട്ടെന്നാണ് പൂച്ചയുണ്ടെങ്കിലും എലിയെ പിടിക്കുമല്ലോ എന്ന് വീട് തന്നെ വിഭജിച്ചു പോയത്. ഇപ്പോൾ പൂച്ച ഉണ്ടോ എന്നല്ല, പൂച്ച നല്ലതോ ചീത്തയോ എന്നായി നമ്മുടെ ചർച്ചകൾ. മാവോ പറഞ്ഞിട്ടുള്ള പൂച്ച കറുത്തതോ വെളുത്തോ ആയാലും കുഴപ്പമില്ല, എലിയെ പിടിച്ചാൽ മതി, അതെടുത്തിട്ടാണ് കളി. ഇപ്പോൾ പൂച്ച ഉണ്ടോ എന്നതല്ല, പൂച്ച നല്ലതോ ചീത്തയോ എന്നായി നമ്മുടെ ചർച്ചകൾ. പക്ഷെ ഇന്നലെ പാടുന്ന കിളിയെ അത് കൊന്നു നിന്നപ്പോൾ പലരും ഞെട്ടി. വീണ്ടും ആവർത്തിച്ചപ്പോൾ കുറച്ചുപേർ വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ ഓ, ആ കിളിയെ പൂച്ച പിടിച്ചു എന്ന് വീടാകെ ആശ്വാസം കൊള്ളുന്നു. പാടുന്ന കിളികളില്ലാത്ത വീടാണ് സ്വപ്നമെന്ന് എലിയെ പിടിക്കുന്നുണ്ട് എന്ന് ഇടയ്ക്കിടെ നമ്മളെല്ലാം അഭിമാനം കൊള്ളുന്നു. പാടുന്ന കിളികളില്ലാത്ത വീടാണ് സ്വപ്നമെന്ന് എലിയെ പിടിക്കുന്നുണ്ടല്ലോ എന്നിടയ്ക്കിടെ നമ്മളെല്ലാം അഭിമാനം കൊള്ളുന്നു. പക്ഷേ കൂട്ടുകാരാ, ഞാൻ ആ പൂച്ചയെ ഫാസിസം എന്ന് പേരിട്ടാൽ നിങ്ങൾ എന്റെയും നെറ്റി തുളയ്ക്കുമോ? അതിഗംഭീര കവിതയാണ്. ഭയങ്കര മേജറിലൂടെ വന്നിട്ടാണ് പേര്. മോഡിഫൈ ചെയ്യപ്പെടാത്തത് ഫാസിസ്റ്റ് വിരുദ്ധ കവിതകളിലൂടെ നമ്മൾ പോകുകയാണ്. സ്നാപ്പ് നമ്പർ 1699 ബൂട്ടുകൾ. കളത്തറ ഗോപനാണ്. ബൂട്ടുകൾ. ചരിത്രത്തിൽ നിന്നും കുറെ ബൂട്ടുകൾ ഇറങ്ങി വരുന്നു. അവയിൽ ചാപ്ലിന്റെ ബൂട്ട് ചേരിയിലുള്ള അടുപ്പിൽ പുഴുങ്ങാനിരിക്കുന്നു. ബാക്കിയുള്ള ചെറുതും വലുതുമായ ബൂട്ടുകൾ പല നിറത്തിലും തരത്തിലും ഉള്ളവ തെരുവിൽ, നഗരങ്ങളിൽ, ചെറുപട്ടണങ്ങളിൽ ഇപ്പോഴുള്ളവയുമായി ചങ്ങാത്തത്തിലാകുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അഥവാ ശ്രദ്ധയിൽപ്പെട്ടാൽ ഫാൻസി ചെരുപ്പെന്ന് തോന്നിപ്പിച്ച് പരുക്കൻ കാലടികൾ പതിഞ്ഞ കാലടികളാക്കി മാറ്റുന്നു. ഉറുമ്പിക്കൂട്ടത്തെ മനുഷ്യരെ എന്ന പോലെ ഞെരിച്ചു കൊല്ലുമ്പോൾ അവയ്ക്ക് ഒരേ വേഗമാണ്, ഒരേ നിറമാണ്. പിന്നെ അവയോരോന്നായി ഭരണാധികാരികളുടെ കാലുകളിൽ അവർക്ക് യോജിക്കും വിധം കയറിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാം കൂടി ഒന്നായി തീർന്ന ഹിമാലയൻ ബൂട്ടിനടിയിൽ തണലിലിരുന്നാണ് ഞാനിത് എഴുതുന്നതും നിങ്ങളിത് വായിക്കുന്നതും. ഇടയ്ക്കെന്ന് പറയട്ടെ, പ്രതികരിക്കുന്നവരുടെ ചോരയാണ് ഇതിന്റെ തിളക്കം കൂട്ടുന്നത്. ഏകാധിപതികളുടെ ബൂട്ടിന്റെ തിളക്കം കൂട്ടുന്നത് പ്രതികരിക്കുന്നവരുടെ ചോരയാണ് ഇതിന്റെ തിളക്കം കൂട്ടുന്നത്. ഓക്കെ, ഗ്രേറ്റ്. മോഡിഫൈ ചെയ്യപ്പെടാത്തത് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നദിയാണ് ഇതിന്റെ എഡിറ്റർ. തീർച്ചയായിട്ടും സ്നാപ്പ് നമ്പർ 1700 നമ്മൾ എത്തുകയാണ്. കുഴൂർ വിൽസന്റെ കവിതയാണ്. മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശമില്ല. ഇല്ല സാർ, ജീവിതം മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശ്യമില്ല. എഡിറ്ററുടെ നിയമം അനുസരിച്ച് ഇതുവരെ കവിത പോലും മാറ്റിയിട്ടില്ല. പിന്നല്ലേ, എഡിറ്ററുടെ നിയമം അനുസരിച്ച് ഇതുവരെ കവിത പോലും മാറ്റിയിട്ടില്ല എന്നാണ്. അതിൽ മാറ്റിയിട്ടില്ല, കവിത പോലും മാറ്റിയിട്ടില്ല. പിന്നല്ലേ, മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശമില്ല സാർ. മോഡിഫൈ ചെയ്യപ്പെടാത്തത് കവിതയിലൂടെ പോകാണ്. സ്നാപ്പ് നമ്പർ 1700 കഴിഞ്ഞ് 701 കരുതൽ. ജീവൻ കുമാറിന്റെ കവിതയാണ്. മരപ്പാവകളെ മെരുക്കിയ ഉളികൾക്ക് മൂർച്ച കൂടുതലായിരുന്നു. ഒരേ നിൽപ്പിലങ്ങനെ നിൽക്കാതെ ചുണ്ടുകൾ അനക്കുകയും കൈകാലുകൾ സ്വതന്ത്രമായി വീശുകയും ചെയ്യുന്നതിനിടയിൽ വീണ്ടെടുക്കാവാൻ ആളില്ലാതെ അലയിൽ
ഉപേക്ഷിച്ച വായ്ത്തലകൾ തുരുമ്പിച്ച് മുനയൊളിപ്പിച്ച് മിണ്ടാതെ കിടന്നു. ഉലക്കാറ്റിൽ ഉരുകി വിളഞ്ഞ് ചുറ്റിക തല്ലേറ്റ് ഇങ്ങനെ അട്ടിച്ചിട്ടാണല്ലോ ഈ ഉളി മൂർച്ചയാക്കുന്നത്. ഉലക്കാറ്റിൽ ഉരുകി വിളഞ്ഞ് ചുറ്റിക തല്ലേറ്റ് തീ നിറമൊലിപ്പിച്ച് പരിണമിക്കുന്നുണ്ട് വായ്ത്തല. കരുതിയിരിക്കണം, ശൂലങ്ങളുടെ മുനകളൊടിച്ച് മഹിഷാസുരനാകാൻ. കരുതിയിരിക്കണം, ശൂലങ്ങളുടെ മുനയൊടിച്ച് മഹിഷാസുരനാകാൻ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യപ്പെടാത്തത് എഡിറ്റർ നദി. സ്നാപ്പ് നമ്മൾ തുടരുകയാണ്. 1702 വിലക്ക്, ഡി യേശുദാസ. വിലക്ക് നോക്കാം. എല്ലാവരും അങ്ങനെ മിണ്ടരുതെന്ന് ചൊല്ലി പ്രസംഗിച്ചു പോകരുതെന്ന്. എല്ലാവരും അങ്ങനെ മിണ്ടരുതെന്ന് ചൊല്ലി പ്രസംഗിച്ചു പോകരുതെന്ന്. ചരിത്രത്തിൽ വാലിട്ട് വടക്കും തെക്കും കയ്യൂന്നി തീന്മേശയിൽ കണ്ണുവെച്ച് ഉടുപ്പിൽ നടപ്പിൽ വിരൽ ചൂണ്ടി ഏത് ചെറിയ ഇടത്തിൽ നിന്നും യോഗ്യതയെക്കുറിച്ചൊരു ചോദ്യം അധികാരം കൊള്ളുന്നുണ്ട് ഇപ്പോഴും എപ്പോഴും. എല്ലാവരും അങ്ങനെ മിണ്ടരുതെന്ന് ചൊല്ലി പ്രസംഗിച്ചു പോകരുതെന്ന്. ചരിത്രത്തിൽ വാലിട്ട് പിന്നെ വടക്കും തെക്കും കയ്യൂന്നി തീന്മേശയിൽ കണ്ണുവെച്ച് ഉടുപ്പിൽ നടപ്പിൽ വിരൽ ചൂണ്ടി ഏത് ചെറിയ ഇടത്തിൽ നിന്നും യോഗ്യതയെക്കുറിച്ചൊരു ചോദ്യം അധികാരം കൊള്ളുന്നുണ്ട് ഇപ്പോഴും എപ്പോഴും. വിലക്കാണ് വിഷയം. നമ്മൾ വീണ്ടും ഈ മോഡിഫൈ ചെയ്യപ്പെടാത്തതെന്നുള്ള പുസ്തകത്തിലൂടെ പോവാണ്. സ്നാപ്പ് നമ്പർ 1703 ഫുൾ സ്റ്റോപ്പ്. ധന്യ MTയുടെ കവിതയാണ്. ഫുൾ സ്റ്റോപ്പ്. വലുതാവും തോറും ചെറുതായും, ചെറുതാവും തോറും വലുതായും, പിന്നെ പിന്നെ വലുതാവാതെയും ചെറുതാവാതെയും വളയാതെയും നിവരാതെയും പ്രപഞ്ചത്തെയും പ്രകാശ രഹസ്യങ്ങളെയും ഉള്ളിലടക്കി ഇരുട്ടിന്റെ പുറന്തോടിനുള്ളിൽ നിന്ന് സർവരെയും നോക്കി നിർത്തിനടി എന്ന് ഘാനമൗനത്തിലൊരൊറ്റ അലർച്ച. നിർത്തിനടി. ഫുൾ സ്റ്റോപ്പ്. നമ്മൾ മോഡിഫൈ ചെയ്യപ്പെടാത്തതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യസ്നേഹത്തിന്റെ കുളിപ്പുരകൾ. PK പാറക്കടവാണ്. വളരെ ആറ്റിക്കുറുക്കിയ ചെറിയ ചെറിയ കഥകളും കവിതകളും എഴുതിക്കൊണ്ട് ഒരുപാട് ആക്ഷേപഹാസ്യ കവിതകൾ കഥകൾ എഴുതിയ മനുഷ്യനാണ് PK പാറക്കടവ്. 1704 നമ്മൾ. ഹിറ്റ്ലർ ജർമ്മനിയെയും മുസോളിനി ഇറ്റലിയെയും അത്രമേൽ സ്നേഹിച്ചു. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയ ഗ്യാസ് ചാമ്പറിന് കുളിപ്പുര എന്നായിരുന്നു പേരിട്ടിരുന്നു. നമ്മളെയും ഒരു നാൾ രാജസ്നേഹികൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. എണ്ണതേച്ച് സോപ്പും തോർത്തുമായി നമുക്ക് കാത്തിരിക്കാം. ഹിറ്റ്ലർ ജർമ്മനിയെയും മുസോളിനി ഇറ്റലിയെയും അത്രമേൽ സ്നേഹിച്ചിരുന്നു. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയ ഗ്യാസ് ചാമ്പറിന് കുളിപ്പുര എന്നായിരുന്നു പേരിട്ടിരുന്നത്. നമ്മളെയും ഒരു നാൾ രാജസ്നേഹികൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. എണ്ണതേച്ച് സോപ്പും തോർത്തുമായി നമുക്ക് കാത്തിരിക്കാം. നമ്മൾ മോഡിഫൈ ചെയ്യപ്പെടാത്തതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. BS രാജീവിന്റെ കവിതയാണ് ജാതി. സ്നാപ്പ് നമ്പർ 1705 നമ്മൾ. കണ്ണുകൾ കണ്ടാൽ അറിയാമോ, തുടുത്ത കവിളുകൾ കണ്ടാലോ, പഴങ്ങളോട് ഉപമിക്കാവുന്ന ചുണ്ടുകൾ വിടർന്നാലോ. കണ്ണുകൾ കണ്ടാൽ അറിയാമോ, തുടുത്ത കവിളുകൾ കണ്ടാലോ, പഴങ്ങളോട് ഉപമിക്കാവുന്ന ചുണ്ടുകൾ വിടർന്നാലോ. നെഞ്ചിലേക്ക് നോക്കിയാൽ തിരിച്ചറിയാമോ, വേർതിരിക്കാമോ ചലനത്തിൽ നിന്നും. നെഞ്ചിലേക്ക് നോക്കിയാൽ തിരിച്ചറിയാമോ, വേർതിരിക്കാമോ പാദചലനത്തിൽ നിന്നും. ഇണങ്ങലിൽ പിണങ്ങലിൽ ഇണയലിൽ
ഇടഞ്ഞു നിൽക്കുമോ, ഇടഞ്ഞു നിൽക്കുമോ? കല്യാണ വീട്ടിലെ രണ്ട് കൈകൾ, മരണ വീട്ടിലെത്തുന്ന രണ്ട് കാലുകൾ. കല്യാണ വീട്ടിലെ രണ്ട് കൈകൾ, മരണ വീട്ടിലെത്തുന്ന രണ്ട് കാലുകൾ. കുഞ്ഞിനെ വാരിപ്പുണർന്നുള്ള ഉമ്മ തിളങ്ങി നിൽക്കുമോ? ജാതി നിറം. കുഞ്ഞിനെ വാരിപ്പുണർന്നുള്ള ഉമ്മ തിളങ്ങി നിൽക്കുമോ? ജാതി നിറം. കുടിവെള്ളം പകരുന്നവരോട് ജാതി പറയുന്ന നീ, കുടിവെള്ളം പകരുന്നവരോട് ജാതി പറയുന്ന നീ. അമ്മയോട് ചോദിക്കുമോ നിന്റെ ജാതി വൃക്ഷമേതെന്ന്? അമ്മയോട് ചോദിക്കുമോ നിന്റെ ജാതി വൃക്ഷമേതെന്ന്? ജാതി മോഡിഫൈ ചെയ്യപ്പെടാത്തത്. എഡിറ്റർ നദി. നമ്മൾ സ്നാപ്പ് തുടരുകയാണ്. 1706 ബിവയർ ഓഫ് ഗോഡ്. പിനു ആനമങ്ങാട്. ദൈവഭയമുള്ളവർ അകത്ത് പ്രവേശിക്കരുത് എന്നെഴുതിയ ബോർഡ് തൂങ്ങിയിരുന്നു. പാദമുദ്രകൾ പതിയാത്ത വിണ്ട കവിനിലങ്ങളിൽ ഏതോ കാലത്തിന്റെ അഴുക്കടയാളങ്ങൾ ശേഷിച്ചിരുന്നു. ഉമ്മറപ്പടിയിൽ കാലങ്ങൾക്ക് മുൻപേ മറന്നുവച്ച ഏടുകൾ വിരൽ ചിതൽപുറ്റുകളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പച്ചകളുടെ കാടുകളായിരുന്നു കാവൽഭടന്മാർ. കാവൽഭടന്മാർ കമ്മ്യൂണിസ്റ്റ് പച്ചകളുടെ കാടുകളായിരുന്നു കാവൽഭടന്മാർ. ഏറ്റുചൊല്ലലിന്റെ മന്ത്രം മറന്നതിനു ചവേറായവന്റെ കുഴിമാടത്തിൽ അടയാളങ്ങളുടെ ആർഭാടമേതുമില്ലായിരുന്നു. അപ്പോഴും തുറന്നിട്ട വാതിലിന്റെ തുരുമ്പിച്ച വിജാഗിരികൾ എഴുന്നു നിന്നിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുമെന്ന് അകത്തുനിന്നും ആളില്ലാത്തൊരു വാക്ക് ചീറിത്തെറിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുമെന്ന് അകത്തുനിന്നും ആളില്ലാത്തൊരു വാക്ക് ചീറിത്തെറിച്ചു. മോഡിഫൈ ചെയ്യപ്പെടാത്തത്. എഡിറ്റർ നദി തുടരുന്നു. പക്ഷിപുരാണം. ബിന്ദു കൃഷ്ണയുടെ കവിതയാണ്. 1707 സ്നാപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് പക്ഷിപുരാണം. ഭീമാകാരനായ ഏതോ ഒരു പക്ഷി ചിറക് കുടഞ്ഞപ്പോൾ പല വഴി തെറിച്ച വെള്ളത്തുള്ളികളാം നമ്മൾ, മണ്ണിൽ വീണ് വലിഞ്ഞ തുള്ളി ഞാൻ, മണ്ണിൽ വീണ് വലിഞ്ഞ ചുള്ളി ഞാൻ. ഇലത്തുമ്പിൽ നിന്ന് തിളങ്ങിയ തുള്ളി നീ, കടലിൽ വീണലിഞ്ഞ തുള്ളി അവൾ. അങ്ങനെ പക്ഷി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നീ ആ പക്ഷിയെ ഒരു പേര് ചൊല്ലി വിളിച്ച് നിസ്കരിക്കുന്നു. ഞാൻ മറ്റൊരു പേരുമിട്ട് നമസ്കരിക്കുന്നു. അവൾ ഇനിയും ഒരു പേര് ചൊല്ലി മുട്ടുകുത്തുന്നു. പക്ഷി പറന്നുപോയിരിക്കാം. ഇനി അത് ചിറകു കുടയുന്നത് പ്രകാശവർഷങ്ങൾക്കപ്പുറം മറ്റൊരു സൗരയൂഥത്തിലാകാം. എന്നിട്ടും നമ്മൾ ഇവിടെ വെറുതെ ഇങ്ങനെ പരസ്പരം ആ പക്ഷിയുടെ പേര് സിംബോളിക്കാണ്. സ്നാപ്പ് നമ്പർ 1708 മോഡിഫൈ ചെയ്യപ്പെടാത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പശു. മണമ്പൂർ രാജൻ ബാബുവാണ്. ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. എന്റെ അറിവോടെയല്ല ഒന്നും. എനിക്കൊരു പദവിയും വേണ്ട. മുകുന്ദൻ മാഷ് പറഞ്ഞതുപോലെ യാതൊരു ദാർശനിക പ്രശ്നവുമില്ല. ലേശം പുല്ലും വെള്ളവും കിട്ടിയാൽ കുശാൽ. ഞാൻ നിങ്ങളുടെ പാവം പശു, മനുഷ്യന്റെ മിത്രം. അവോളം പണിയെടുക്കാം, പാൽ തരാം, ചാണകം തരാം. സ്നേഹപൂർവ്വം നിങ്ങൾ ചൊറിഞ്ഞു തരുമ്പോൾ ആസ്വദിച്ച് തലയാട്ടി നിന്നു തരാം. നിങ്ങൾക്ക് എന്തും ചെയ്യാം. മനുഷ്യർ ഇന്നും എന്റെ യജമാനൻ. ഒന്നു മാത്രം ഉറപ്പിച്ചു പറയാം, ഞാൻ അമ്മയാണ്, മാതാവാണ്, ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ചില പിശാചുക്കൾ. അവർ ഈ ലോകം നശിപ്പിക്കും, എന്നെ വംശത്തോടെ അപമാനിക്കും. പശു എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വിറളി പിടിക്കുകയാണ്. ക്ഷമിച്ചാലും പശു എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വിറളി പിടിക്കുകയാണ്. ക്ഷമിച്ചാലും അശഭാസിയാണ്. ഓക്കെ, നമ്മൾ മോഡിഫൈ ചെയ്യപ്പെടാത്തതിലൂടെ പോവാണ്. സ്നാപ്പ് നമ്പർ 1709 എത്തുന്നു.
വളർച്ച. മനോജ് കുറൂർ പിറന്ന നാളിൽ വാ പിളർന്ന് കരഞ്ഞപ്പോൾ പല്ലുകളിലായിരുന്നു ഇളം ചുവപ്പ് മോണയിൽ. പിന്നെ ഇരുവരിയായി ഇരണ്ടെണ്ണം ചിരിക്ക് അഴക് കൂടിയതേയുള്ളൂ. പിന്നീട് ഒരു വരവായിരുന്നു. അതിർത്തി കാക്കാൻ വെളുത്ത യൂണിഫോം ഇട്ട പട്ടാളമായി. അരിഞ്ഞെടുക്കാൻ കൂർത്ത മുനകളായി. തടഞ്ഞു നിർത്താൻ വേലികളായി. അരച്ചെടുക്കാൻ കനമുള്ള കല്ലുകളായി. ഇപ്പോൾ ഓരോ ചിരിക്കുമൊപ്പം നീണ്ടു വരുന്നുണ്ട് ഇര തേടി ഇറങ്ങുന്ന രണ്ട് തേറ്റകൾ. സ്നാപ്പ് നമ്പർ 1710 എത്തി നമ്മൾ. ഭരണകൂടം. ഒരു മാർക്കുണ്ട് അവിടെ. ഗൂഢം. മുനീർ കെ ഏഴൂറിന്റെയാണ്. ഓരോ വീടും അവസാനത്തെ അത്താഴത്തിൽ നിരോധിക്കപ്പെട്ട അന്നം വിളമ്പുന്നു. ഓരോ വീടും അവസാനത്തെ അത്താഴത്തിൽ നിരോധിക്കപ്പെട്ട അന്നം വിളമ്പുന്നു. നിരോധിക്കപ്പെട്ട പാട്ട്, നിരോധിക്കപ്പെട്ട കളികൾ, നിരോധിക്കപ്പെട്ട രക്തവും വിയർപ്പും. ഒരാജ്ഞ കാത്ത് അവസാനത്തെ മരം, ഒടുവിലത്തെ പറക്കൽ. ഒരാജ്ഞ കാത്ത് അവസാനത്തെ മരം, ഒടുവിലത്തെ പറക്കൽ. ചെയ്തോ തീരാത്ത രതി. ഓരോ വെടിയുണ്ടയിലും ഓരോ ഉടലിന്റെ പേര്. ഓരോ വെടിയുണ്ടയിലും ഓരോ ഉടലിന്റെ പേര്. ഭയത്തിന്റെ ചിറകുകളുമായി ഭരണകൂടം ഇരുന്നിട്ടും മെരുങ്ങാതെ കൊല്ലപ്പെട്ടവരിലെ അവസാനത്തെ ചോദ്യം. എല്ലാ അനക്കങ്ങളെയും വെട്ടിച്ചു കടക്കുന്നു, ഒളിവിൽ പോകുന്നു. ഭയത്തിന്റെ ചിറകുകളുമായി ഭരണകൂടം ഇരുന്നിട്ടും മെരുങ്ങാത്ത കൊല്ലപ്പെട്ടവരിലെ അവസാനത്തെ ചോദ്യം. എല്ലാ അനക്കങ്ങളെയും വെട്ടിച്ചു കടക്കുന്നു, ഒളിവിൽ പോകുന്നു. വല്ലാത്തൊരു ഇരുണ്ട കാലഘട്ടത്തിന്റെ കവിതകളാണ് ഇതൊക്കെ. സ്നാപ്പ് നമ്പർ 1711 നമ്മൾ എത്തുന്നു. കളിത്തോക്ക്. മോഹനകൃഷ്ണൻ കാലടി. ശക്തമായ കവിതകൾ എഴുതിയ ആൾക്കാരാണ് ഇതിൽ വന്നിരിക്കുന്ന എല്ലാവരും. സ്നാപ്പ് നമ്പർ 1711. കുട്ടികൾക്ക് തോക്ക് വാങ്ങിക്കൊടുക്കരുത്. അവർക്ക് മുതിർന്നവരെക്കാൾ ഉന്നം പിടിക്കാൻ അറിയാം. പഠനമുറിയെ അവർ ശത്രുരാജ്യമായി തിരിച്ചറിയും. പുസ്തകങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന പ്രതിബിംബങ്ങളെ ഒന്നൊന്നായി പുറത്തു ചാടിക്കും. ഒരു ചില്ലക്ഷരത്തിന് പോലും മാപ്പനുവദിക്കില്ല. ഒരു സമവാക്യത്തെ പോലും വിചാരണ ചെയ്യാതെ വിടില്ല. ഒരു കനിവും തോന്നാതെ വെടിവെച്ച് വീഴ്ത്തും. ഒരു കിനാവിലേക്കും നീട്ടിക്കൊണ്ടുപോകാതെ കനാലിലിട്ട് മൂടും. കുട്ടികൾക്ക് തോക്ക് വാങ്ങിക്കൊടുക്കരുത്. അവർക്ക് നമ്മുടെ അത്ര വളഞ്ഞ വഴിക്ക് വെടിയുണ്ട പായിക്കാൻ അറിയില്ല. സ്ട്രെയിറ്റ് ആയിരിക്കും. അവർക്ക് നമ്മുടെ അത്ര വളഞ്ഞ വഴിക്ക് വെടിയുണ്ട പായിക്കാൻ അറിയില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഓഗസ്റ്റ് 15 സത്യം പറഞ്ഞാല് 15, 16, 17 കവിതകളിലേക്ക് നമ്മളെത്തി. ലാസ്റ്റ് 2 കവിതയും കൂടി ഉണ്ട്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ സ്നാപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ 2026 നവംബർ 3 വരെ കണ്ടിന്യൂ ചെയ്യും. 6 വർഷം തുടർച്ചയായിട്ട് നമ്മൾ ടോട്ടൽ കണക്ക് പ്രകാരം ഒരുപക്ഷെ 2290 സ്നാപ്പുകൾ, 2300 സ്നാപ്പുകൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇപ്പൊ നമ്മൾ 1712-ലും 13-ലും എത്തിയിട്ടാണ് നിർത്തുന്നില്ല, തുടരുകയാണ്. ഫാസിസം അവിടെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രതിരോധത്തിൻ്റെതായിട്ടുള്ള ആയുധങ്ങൾ മുറിച്ചു കൂട്ടിക്കൊണ്ട് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുക. ഫാസിസം തുലയട്ടെ, ജനാധിപത്യം നീണാൾവാട്ടെ എന്ന് പറയുന്നു. രാഷ്ട്രമീമാംസ ശൈലന്റെ കവിതയാണ്. 1712 നമ്മൾ എത്തുന്നു. 1712 അവസാനം അവർ എന്നെ തേടി വന്നു. മാർട്ടിനി മോൾഡറുടെ കവിതയിൽ നിന്നാണ് ഇതിന്റെ പ്രചോദനം. അവസാനം അവർ എന്നെ തേടി വന്നു. എനിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഞാനുണ്ടായിരുന്നു.
ഞാനേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കാഞ്ചി വലിക്കും മുമ്പുള്ള 30 സെക്കൻഡിൽ ഞാനത് ഉയർത്തുക തന്നെ ചെയ്തു. കഞ്ചി വലിക്കും മുമ്പുള്ള 30 സെക്കൻഡിൽ ഞാനത് ഉയർത്തുക തന്നെ ചെയ്തു. വെച്ചോളൂ, 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 വെടിവെച്ചോളൂ, വെടിവെച്ചോളൂ. എന്റെ കറുത്ത കൂളിംഗ് ഗ്ലാസിന് മാത്രം ഒന്നും പറ്റരുത്. ആസനത്തിലുള്ള ആൽമരത്തിനും പരലോകത്തിനും എനിക്ക് തണുപ്പുള്ള ജീവിതത്തിലേക്ക് പോവാനുള്ളതാണ്. എന്റെ കറുത്ത കൂളിംഗ് ഗ്ലാസിന് മാത്രം ഒന്നും പറ്റരുത്. ആസനത്തിലുള്ള ആൽമരത്തിനും പരലോകത്തിനും എനിക്ക് തണുപ്പുള്ള ജീവിതത്തിലേക്ക് പോവാനുള്ളതാണ്. വെടിയുണ്ട തൊലിയിൽ തട്ടിത്തെറിച്ച് ചുമരിന് മുറിവേറ്റു. വെടിയുണ്ട തൊലിയിൽ തട്ടിത്തെറിച്ച് ചുമരിന് മുറിവേറ്റു. ഉളുപ്പില്ലായ്മയും ഒരു പടച്ചട്ടയാണ്. കോംപ്രമൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ പൗരനെ എത്തിക്കുന്ന രീതിയിൽ ഫാസിസം മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഓഗസ്റ്റ് 15, 2026 ഇന്ന് നമ്മൾ സ്നാപ്പുകളുടെ ഒരു ദൗത്യം 101 കടന്ന് മുന്നോട്ട് പോകുന്നു. ലാസ്റ്റ് നമ്മൾ ശ്രീജിത്ത് അരിയല്ലൂരിന്റെ കവിത തന്നെയാണ് വെക്കുന്നത്, സമാധാനം. നേരത്തെ ശ്രീജിത്ത് അരിയല്ലൂരിന്റെ ഒരുപാട് സംഗതികൾ യുദ്ധവിരുദ്ധ കവിതയായിട്ട് നമ്മുടെ കാവ്യശികയുടെ ക്യാമ്പയിനിലേക്ക് തന്ന കവിതയാണ് സമാധാനം. ഓർക്കുന്നുണ്ട്. 1713 സ്നാപ്പായിട്ടാണ്. 13 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നമ്പറാണ്. 13 തന്നെ നിർത്താൻ വെച്ചു. സമാധാനം. ശ്രീജിത്ത് അരിയല്ലൂർ. തോക്ക് ചൂണ്ടി അവർ ഞങ്ങളോട് സമാധാനത്തെ കുറിച്ച് പറഞ്ഞു. തോക്ക് ചൂണ്ടി അവർ ഞങ്ങളോട് സമാധാനത്തെ കുറിച്ച് പറഞ്ഞു. വേണ്ടി വന്നാൽ കാഞ്ചി പിൻവലിക്കാൻ വരെ പിൻവലിക്കാൻ വരെ തയ്യാറാണ്. ഷാർപ്പാണ്. വേണ്ടി വന്നാൽ കാഞ്ചി പിൻവലിക്കാൻ വരെ തയ്യാറാണ്. തൊക്കു ചൂണ്ടി അവർ ഞങ്ങളോട് സമാധാനത്തെ കുറിച്ച് പറഞ്ഞു. വേണ്ടി വന്നാൽ കാഞ്ചി പിൻവലിക്കാൻ വരെ തയ്യാറാണ്. വെടിവെപ്പ് പിൻവലിക്കുകയല്ല ചെയ്യുന്നത്, കാഞ്ചി പിൻവലിക്കുക. ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് ആ സംഭവം. അത്ര മതിയാ കവിത. ഓക്കെ, സ്നാപ്സ് ചക്കോടി അന്തിക്കാടിൽ നിങ്ങൾ കയറുക, കാണുക. ഓക്കെ, നിയമമല്ല പ്രശ്നം, നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ്. ഫാസിസത്തിനെതിരെ നമ്മൾ ഇനിയും ശബ്ദിച്ചുകൊണ്ടിരിക്കും. ഇനിയും ആയിരക്കണക്കിന് കവിതകളും പെയിന്റിങ്സും സംഗീത ശില്പങ്ങളും റീൽസും ഷോർട്ട് ഫിലിമുകളും വന്നുകൊണ്ടിരിക്കും. ഫാസിസം അവരുടെ നുണകൾ ഒരുപാട് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ചില സത്യസന്ധമായ കാര്യങ്ങൾ ഫാസിസം തന്നെ നുണയാണെന്ന് തിരിച്ച് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നോക്കാം. വി ഷാൽ ഓവർകം എന്ന് സമരസഖാക്കൾ പണ്ടേ പറഞ്ഞു വെച്ചിരുന്നു. We shall overcome, we shall overcome, we shall come someday. Oh, deep in my heart, I do believe we shall overcome someday. സ്നാപ്സ് ചക്കോടി അന്തിക്കാട്. അഭിവാദ്യങ്ങൾ. ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനം. ഇന്ന് സ്നാപ്പുകളുടെ എൻ്റെ ദൗത്യം ഞാനിവിടെ പൂർത്തീകരിക്കുന്നു. ഇനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു 2026 നവംബർ 3 വരെയാവും 6 വർഷം പൂർത്തീകരിക്കുന്നതിനിടയിൽ ഒരുപാട് പേരുടെ സ്നാപ്പുകൾ നമ്മൾ പരിചയപ്പെടുത്തും. അഭിവാദ്യങ്ങൾ.